DGP യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് നൽകണമെന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കേന്ദ്ര നിയമനം ലഭിക്കുന്നതിനാവശ്യമായ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് 5 പ്രവൃത്തി ദിവസത്തിനകം നൽകണം എന്നാണ് നിർദ്ദേശം. റാഫി കരീമുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, വിവരങ്ങൾ. DGPയുടെ ആവശ്യം കാറ്റ് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിന് വലിയ തിരിച്ചടിയാണ് കാറ്റിൽ നിന്ന് വീണ്ടും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പുതിയ ഉത്തരവിലൂടെ മനസ്സിലാകുന്നത്. കാരണം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ DGP യോഗേഷ് ഗുപ്ത സമീപിക്കുന്നത് അദ്ദേഹത്തിന്റെ കേന്ദ്ര ഡെപ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട വിജിലൻസ് ക്ലിയറൻസ് സർക്കാരിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യത്തിലാണ്. ഇതിനുശേഷം സർക്കാരിന്റെ പല വാദമുഖങ്ങളും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ DGP യോഗേഷ് ഗുപ്തയ്ക്ക് അനുകൂലമായി സർക്കാരിന് വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ട് കാറ്റിന്റെ ഉത്തരവുണ്ടായിരിക്കുന്നത്. 5 പ്രവൃത്തി ദിവസത്തിനകം ഈ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവനുസരിച്ച് 5 പ്രവൃത്തി ദിവസത്തിനകം ഈ DGP യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന് അയക്കണമെന്നുള്ളതാണ് നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് 7-ാം തീയതിക്കകം ഈ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന് അയക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 10 തവണയാണ് യോഗേഷ് ഗുപ്ത സർക്കാരിനെ സമീപിച്ചത്. അതിനുശേഷം സർക്കാരിനോട് വിവരാവകാശ നിയമപ്രകാരം യോഗേഷ് ഗുപ്ത ഇത് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് നൽകാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ യോഗേഷ് ഗുപ്ത സമീപിക്കുന്നത്. അതിനുശേഷം സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ മുമ്പ് പറഞ്ഞത് ഈ വിജിലൻസ് ക്ലിയറൻസ് നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിനെതിരെ യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സർക്കാർ നിലപാടെടുത്തത്. അപ്പോൾ എന്ത് അന്വേഷണമാണ്? അന്വേഷണത്തിന് വിവരങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണത്തിന് ഇതുവരെയുള്ള ഫലം എന്താണ് എന്നുള്ള റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സർക്കാരിനെതിരായ ഒരു വിധി നിലവിൽ നൽകിയിരിക്കുന്നത്. യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ കേന്ദ്ര ഡെപ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വകുപ്പിന് അയക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യോഗേഷ് ഗുപ്തയ്ക്കെതിരെ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും സർക്കാർ ഉന്നയിച്ച ആക്ഷേപം എന്നുള്ളത് സർക്കാരിന്റെ അനുമതിയില്ലാതെ പല കേസുകളും യോഗേഷ് ഗുപ്ത അന്വേഷിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ സർക്കാരിന് എതിരായ പ്രവർത്തികൾ, അതായത് അദ്ദേഹത്തിന്റെ അധികാരം ദുർവിനിയോഗം. ഏതായാലും ഇപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ തീരുമാനമാണ് വന്നിരിക്കുന്നത്. റാഫി കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.